കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ MDCയുടെ സംവേദന മുതലാളിത്തം സംവാദങ്ങളെ റദ്ദ് ചെയ്യുന്നു എന്നൊരു ലേഖനം ദാമോദർ പ്രസാദിന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ചെറിയ ഭാഗങ്ങൾ, അതിന്റെ ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം ഞാൻ പറയാം. അപ്പോൾ ഒരു സാമൂഹിക മാധ്യമത്തിലെ പോസ്റ്റ് ശ്രദ്ധ നേടണമെങ്കിൽ, അത് ഷെയർ ചെയ്യപ്പെടണമെങ്കിൽ, അതിനെ പിന്തുടരണമെങ്കിൽ അത് ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, സ്വന്തമായിട്ട് സ്വബോധമില്ലാത്ത പലരും ഇത് പോലും, സ്വബോധമൊന്നും വേണമെന്നില്ല, പലരും ഇങ്ങനെയുള്ള സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയും അതിനെ ഫോളോ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ പോസ്റ്റുകളെ കുറിച്ചുള്ള തീവ്രമായ പ്രതികരണങ്ങൾ അറിയിക്കുന്നതാണ് കമന്റ് ബോക്സുകൾ. ഇവിടെ അദ്ദേഹം പറയുന്നത് സംവേദന മുതലാളിത്തം ഈ ഒരു മാധ്യമങ്ങളിലൂടെ നമ്മളൊക്കെ അറിയിക്കാൻ പറ്റും. പക്ഷെ അറിയിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സംവാദം, ഒരു ചർച്ച നമ്മളിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ ഒരു മറുപടി നമുക്ക് തിരിച്ച് കമന്റുകളിലാണ് കിട്ടുന്നത്. നമ്മൾ ആ കമന്റുകൾക്ക് മറുപടി കൊടുക്കാനും പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സംവാദത്തെ ഇല്ലാതാക്കുകയാണ് ഈ മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്നിവിടെ ലേഖകൻ പറയുന്നു. സംവാദത്തിന് പകരമാകുന്നില്ല ഷെയറിങ്ങും ലൈക്കും. പക്ഷെ സംവാദാത്മകതയുടെ പ്രതീതി സൃഷ്ടിക്കാൻ ഇതിന് കഴിയുന്നു. അപ്പോൾ ഇത് ഒരു ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങളാക്കി നമ്മൾ ഇടുകയാണെങ്കിൽ അതിന് നമുക്ക് എതിരഭിപ്രായമുള്ളവരുണ്ടാവും. അപ്പൊ ഈ ഒരു മുതലാളിത്തം എന്ത് ചെയ്യുകയാണ്, അതിന്റെ ആ എതിരഭിപ്രായം ചർച്ച ചെയ്യാനുള്ള ഒരു സ്പേസിനെ ഇവിടെ ഇല്ലാതാക്കുക. നല്ല സ്വഭാവത്തെ സ്വാധീനിക്കുക. 2, ഇഷ്ടാനിഷ്ടങ്ങളെ മൈക്രോ മാനേജ് ചെയ്യുക. സാമൂഹ്യ മാധ്യമങ്ങളുടെ വിനിമയങ്ങളിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളുണ്ടല്ലോ, നമ്മുടെ സോഷ്യൽ മീഡിയാസിന്റെ വിനിമയത്തിലൂടെ ഉരുത്തിരിയുന്ന സംവേദന മുതലാളിത്തത്തിന്റെ സവിശേഷ പ്രക്രിയയാണ് സംവേദന മുതലാളിത്തം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ജോഡി ഡീൻ എന്നുള്ള വ്യക്തിയാണ് ഇത് ഇങ്ങനെ നിർവചിച്ചത്. ആശയവിനിമയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ അയക്കുന്ന ഒരു സന്ദേശം, ആ സന്ദേശത്തോടുള്ള പ്രതികരണം. എന്നാൽ സംവേദന മുതലാളിത്തത്തിൽ ഇത് അപ്പാടെ മാറുന്നു. അതായത് നമ്മൾ അയക്കുന്ന ഒരു പ്രതികരണം മാത്രമായിട്ട് അതവിടെ നിൽക്കുന്നു. ഇതിൽ ആശയവിനിമയം നടക്കുന്നില്ല. ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്ന യൂട്യൂബിലെ പ്രഭാഷണങ്ങൾ, സാരോപദേശങ്ങൾ, സോഷ്യൽ കമന്ററികൾ, ഇതിവ വിനിമയം ചെയ്യപ്പെടുന്നു, സംവേദന വിനിമയം ഉണ്ട്. പക്ഷേ തിരിച്ച് നമുക്കൊരു പ്രതികരണം ഇതിനകത്ത്, അല്ലെങ്കിൽ അതിന്റെ പ്രതികരണം വരുന്നു, ആ പ്രതികരണത്തിന് നമ്മളെ മറുപടി പിന്നീട് അവിടെ വരുന്നില്ല. സംവാദ സാധ്യതകൾ തടസ്സപ്പെടുത്തുകയാണ് ഇത്തരം ഇടങ്ങൾ ചെയ്യുന്നത്. സംവാദാത്മകതയല്ല, അതിന് പകരം ഒരു വ്യക്തിക്ക് ആഹ്ലാദം നൽകുന്ന ഷെയറും ലൈക്കുമാണ് സാമൂഹ്യ മാധ്യമങ്ങൾ കൂടുതൽ പ്രധാനമായിട്ട് വരുന്നത്. ഇപ്പൊ ഇതൊരു തരം വൈറൽ മാർക്കറ്റിംഗ് ആണെന്ന് പറയാം. ഒരാൾ പറയുന്നതിന് നമ്മൾ ഷെയർ ചെയ്യുന്നു, അത് അടുത്ത ഒരാൾ ഷെയർ ചെയ്യുന്നു, അങ്ങനെ ഒരു വൈറൽ മാർക്കറ്റിംഗ് ആയി ഇപ്പോഴത്തെ ഈ ഒരു ഈ ഒരു സൈബർ സ്പേസ് മാറുകയാണ്. അതുപോലെ ഇന്റർനെറ്റിനെ പൊതുമണ്ഡലമായി വിശദീകരിക്കുന്ന ഒരു പ്രവണത ഇതിനകത്ത് മുമ്പേ തന്നെ ഉള്ളതാണ്. അപ്പൊ നവമാധ്യമങ്ങളിലൂടെയുള്ള സംവേദനങ്ങളിലെ വ്യക്തികളുടെ പങ്കാളിത്തത്തിന്റെ തോത് വർദ്ധിക്കുന്നതനുസരിച്ച് ഇതിലെ വിനിമയങ്ങൾക്ക് പൊതു സ്വഭാവ പ്രതീതി വരുന്നതോടെ നവമാധ്യമങ്ങളും പൊതുമണ്ഡലങ്ങളായിട്ട് വിവക്ഷിക്കപ്പെടുന്നു. ഇപ്പൊ കോർപ്പറേറ്റുകൾ നിയന്ത്രിക്കുന്ന പ്ലാറ്റ്ഫോമുകളാണ് ഇത്തരത്തിലുള്ള സൈബർ സ്പേസുകൾ എന്ന് പറയും. ഇപ്പൊ ഇന്ത്യയുടെ ഒരു സംസ്കാരവും ചരിത്രവും പരിശോധിക്കുമ്പോൾ സംവാദത്തിന്, ചർച്ചകൾക്ക് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നു. അതായത് ചർച്ചയിലൂടെ സമവായത്തിൽ എത്തിച്ചേരണം എന്നുള്ളതായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ സാംസ്കാരിക രീതി. എന്നാൽ ഇന്ന് സംവാദത്തെ അട്ടിമറിച്ചുകൊണ്ട് നമ്മുടെ ഏകപക്ഷീയമായ ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. ബഹുമാനമുണ്ട്. അതായത് ഞാൻ വേറൊരാൾക്കെതിരെ സംസാരിക്കുമ്പോൾ ഞാൻ അയാളെ ബഹുമാനിച്ചുകൊണ്ടാണ് സംസാരിക്കേണ്ടത്. പക്ഷെ ഇന്ന് ഇറങ്ങുന്ന, അല്ലെങ്കിൽ ഇന്നത്തെ സൈബർ സ്പേസിൽ അത്തരം ഒരു പ്രതിപക്ഷ ബഹുമാനം നമ്മൾ കാണുന്നില്ല. സാമൂഹ്യ മാധ്യമങ്ങളിലെ വിദ്വേഷ പ്രചാരണങ്ങൾക്കെതിരായി നീതിപീഠം പുതിയ IT നിയമങ്ങൾ ഭേദഗതി ചെയ്തും പുതിയ നിയമനിർമ്മാണം നടത്തിയും സാമൂഹ്യ മാധ്യമങ്ങളിലെ ചില വിനിമയങ്ങളെ നിയന്ത്രിക്കേണ്ടതാണ്. അപ്പൊ ഇപ്പോൾ ഭരണകൂടം ചെയ്യുന്നത് മാറ്റങ്ങൾക്ക് ആജ്ഞ നൽകുക, അജണ്ടകൾ നിയന്ത്രിക്കുക, താല്പര്യങ്ങളെ, മുൻഗണനകളെ സ്ഥാപിക്കുക എന്നുള്ളതാണ്. അപ്പൊ സൈബർ നയം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ സൈബർ യുദ്ധം എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പൊ മനുഷ്യന്റെ മനഃശാസ്ത്രത്തെ എത്രയധികം മനസ്സിലാക്കി അവന് ആവശ്യമുള്ളത് എത്തിച്ചു കൊടുക്കുന്ന പ്ലാറ്റ്ഫോമായിട്ട് സൈബർ സ്പേസ് മാറുകയാണ്. ഇവിടെ അമർത്യ സെന്നിന്റെ ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ എന്ന പുസ്തകത്തില് ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രത്തിൽ സംവാദത്തിനുള്ള സ്ഥാനത്തെ കുറിച്ച് പറയുന്നുണ്ട്. വൈറൽ ആവുന്ന മാധ്യമങ്ങൾ, അവരുടെ ആ വൈറൽ മാധ്യമങ്ങളുടെ സോഷ്യൽ ഇൻഫ്ലുവൻസിങ്, സാമൂഹ്യ സ്വാധീനം, ഫാഷൻ, സെൽഫി പ്രകടനങ്ങൾ, ഇതെല്ലാം നമുക്ക് മാധ്യമങ്ങൾ അല്ലെങ്കിൽ സൈബർ സ്പേസുകൾ തന്നതാണ്.
ജനാധിപത്യവൽക്കരണത്തിന് ഈ സൈബർ സ്പേസുകൾ യാതൊരു ഗ്യാരണ്ടിയും നൽകുന്നില്ല. പൊതുവായുള്ള സംവേദന മണ്ഡലങ്ങളെ നാം തിരിച്ച് വീണ്ടെടുക്കണം. അതായത് ചർച്ചകളിലൂടെ കാര്യങ്ങൾ വ്യക്തമായി പഠിക്കുന്ന ഒരു ഭാഗത്തേക്ക്, ഒരു രീതിയിലേക്ക് നമ്മൾ മാറണം എന്നാണ് പറയുന്നത്.